ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാവർക്കും സമാധാനം. നിങ്ങളുടെ സാഹചര്യത്തെ വിട്ടുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ വയ്ക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പാട്ടായി മാറട്ടെ. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ഇന്ന് എൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞവർ നാളെ അപ്പോയിൻമെൻ്റ് എടുത്താൽ പോലും കിട്ടില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഇന്ന് നിങ്ങളെ ഉപേക്ഷിക്കുന്നതും തള്ളിക്കളയുന്നതുമായിട്ടുള്ള പല ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ച് തന്നു. നിങ്ങളുടെ ഉള്ളിൽ ശാന്തിയും സമാധാനവും പകർന്നു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളായി അനുഭവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത വഴി തുറന്നു യൂണിവേഴ്സിൻ്റെ അതിശക്തമായ എനർജി അവരുടെ സാമ്പത്തിക ഭണ്ഡാരങ്ങളെ തുറന്നു കൊടുത്തതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് അനുഭവിക്കുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്? ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഇല്ല, മാനസിക ബലമില്ല, സാമ്പത്തിക ബലമില്ല. ഓക്കെ, നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ ആളില്ല എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള തളർച്ചയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ബിസിനസ് തളർന്നിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായി തളർന്നിരിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയും ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകണം, അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ പിടിച്ച ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണം, ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു നിമിഷം കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നല്ലൊരു സമയത്തിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഒബ്സ്ട്രിക്കിൾസ് എന്താണെന്ന് നോക്കാം. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ ഇടപെടലുകളാണ് ഒബ്സ്ട്രിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളാണ് ഉദ്ദേശിച്ചത്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? തടസ്സങ്ങളെന്ന് പറയുന്നത് ചില വ്യക്തികൾ ഫെമിനൈൻ മസ്കുലൻ എനർജിയുടെ ഇടപെടലുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. ഓക്കെ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചില വ്യക്തികൾ, ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ചില ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെങ്ത് നശിപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും മാനസിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ ഡിപ്രഷനിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകിൽ നിങ്ങളോടൊപ്പമുള്ളവരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം, എന്നാൽ ശത്രുക്കളുടെ ഇടയിലെ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു സുഹൃത്തുക്കളുടെ ഇടയിലെ ശത്രുവായിട്ട് ഇവിടെ കൂടുതലും എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് സാമ്പത്തികമായും ബിസിനസ് പരമായിട്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഒരു ഫാമിലിയാണ്. ഒരു പുരുഷൻ മാത്രമല്ല, ഒരു സ്ത്രീ മാത്രമല്ല, ഒരു കുടുംബത്തോടു കൂടി തന്നെ നിങ്ങളുടെ ബന്ധങ്ങളാണെങ്കിലും നിങ്ങളുടെ ഉയർച്ചയാണെങ്കിലും എല്ലാം തകർക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതായി കാണുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ ഡിപ്രഷൻ അടിച്ച് ഇരിക്കുന്നു, സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഇതിൽ നിന്നും, ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഒരുപാട് ബേർഡൻ, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്.
ജീവിതത്തിൽ റീസെൻറ്റ് നടന്ന കാര്യം എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. അടുത്ത സമയത്തായി കഴിഞ്ഞു പോയ കാര്യം എന്താണ്? അധിക സ്റ്റക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിനോ പുറപ്പെട്ടു, ആ പുറപ്പെട്ട കാര്യം പകുതി വെച്ച് സ്റ്റോപ്പായിരിക്കുന്നു. ബിസിനസ് ആയിരിക്കാം പകുതി വെച്ച് സ്റ്റോപ്പായത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചു, അത് പൂർത്തീകരിക്കാനായില്ല, അത് പകുതി വെച്ച് സ്റ്റോപ്പായിരിക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു, അത് പകുതി വെച്ച് നിന്നിരിക്കുന്നതായിട്ട് ഒരു എനർജി കാണുന്നു. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നയൻ ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണ് ഉള്ളത്. കൂടുതലും ആ ഒരു വെയിറ്റിംഗ് എനർജി തന്നെയാണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന എന്ത് കാര്യമാണോ അത് മുന്നോട്ട് പോകുന്നില്ല, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ നിങ്ങൾ കൂടുതലും വെയിറ്റ് ചെയ്ത് സമയം കളയുന്നതല്ലാണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം ലഭിക്കുന്നില്ല. അതുകൊണ്ട് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളത് പ്രവർത്തിക്കേണ്ടതായിരിക്കുന്നു. നമ്മൾ ചുമ്മാ ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിനു വേണ്ടി ഇഗ്നോർ ചെയ്യും, 2 ചെല്ലുമ്പോഴത്തേക്ക് ഇഗ്നോർ ചെയ്യും. പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങളുടെ ആവശ്യം പൂർത്തിയാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കെങ്കിൽ ഈ ഒരു സ്റ്റക്നെസ് മാറിക്കിട്ടും. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ച് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകാൻ പറ്റും. നിങ്ങൾ വെയിറ്റിങ്ങിൽ മാത്രം, ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ മാത്രം നിൽക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എനർജി എന്താണ്? പ്ലീസ് കെഡ്മി മദർ. നിങ്ങൾക്കിപ്പോൾ പ്രസൻറ്റിലുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളെ താങ്ങും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു. മുറുകെ പിടിച്ച് നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിൽ കൂടിയും കടന്നു പോകാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ റീസെൻറ്റ് പ്രസൻറ്റിലുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ പ്രസൻറ്റിലുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വിശ്വാസം, നിങ്ങൾ ഉണങ്ങിപ്പോയ വിശ്വാസം നിങ്ങൾക്ക് തളിരിട്ട് വരുന്നു. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ, ഈ പ്രതികൂല സാഹചര്യം നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ വയ്യാതെ ഇവിടെ ഭയന്ന് നിന്നിരുന്ന ചില സാഹചര്യത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷനും അഫർമേഷനും ഒക്കെ കൊണ്ട് നിങ്ങൾ മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക നേട്ടത്തെ മുന്നോട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന് മുന്നോട്ട് കണ്ടുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ഒരു ബിസിനസ് നേട്ടം മുന്നോട്ട് കണ്ടുകൊണ്ടാണ് നിങ്ങളിവിടെ പോകുന്നത്. ഓക്കെ, നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാൾ എന്തിനു വേണ്ടിയിട്ടാണ് അഫർമേഷൻ ചെയ്തത്, അത് നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാനുള്ള പണം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് പൂർത്തിയാകുന്നു. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആരെക്കുറിച്ചാണോ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സമയം തരാതെ നിങ്ങൾ അവരുടെ മുന്നിൽ കോളിനും മെസ്സേജിനും ഒക്കെ കാത്തിരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിലേക്കാണ് അത് പ്രവർത്തിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ദ സണ്ണിൻ്റെ കാർഡാണ്. സണ്ണിൻ്റെ കാർഡ് ദ മജീഷ്യനാണ്. നിങ്ങളിൽ യൂണിവേഴ്സിൻ്റെ ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നു. നിങ്ങളുടെ അഫർമേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ കൊണ്ട് യൂണിവേഴ്സിൽ നിന്നും ആ ഒരു ശക്തി നിങ്ങൾക്ക് മേളിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരു വ്യക്തിയുടെ സ്നേഹമാണോ, അല്ലെങ്കിൽ സാമ്പത്തികമാണോ, ബിസിനസ്സാണോ, ജോലിയാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ മനക്കരുത്താണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടാണോ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടിയെടുക്കാൻ തക്കവണ്ണം ഒരു മജീഷ്യനായി കഴിഞ്ഞു. ഓക്കെ, മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉത്സവം, ഒരു ആഘോഷം വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം ഗ്രോത്തിലേക്ക് കടന്നു പോകുന്നു. നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയെ ലോക സമൂഹം അറിയാൻ തക്കവണ്ണം ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം. നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്തെടുക്കാം, ഇത് എൻ്റെ ജീവിതമാണ്,
ഞാൻ ഒരു മജീഷ്യനാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നേടിയെടുക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അത് യൂണിവേഴ്സിൻ്റെ ശക്തിയുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുമെങ്കിൽ വീട്ടിൽ നമ്മൾ ചുമ്മാ ഇരുന്ന് അഫർമേഷൻ ചെയ്താൽ പറ്റത്തില്ല. നിങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ പണം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പേഴ്സൺ എല്ലാം നിങ്ങളുടെ പിറകെ വരുന്ന ഒരു സമയം എത്രയും പെട്ടെന്ന് വന്നിരിക്കുന്നു. ഇത് അഫർമേഷൻ ചെയ്തെടുക്കുന്ന വ്യക്തികൾക്കുള്ളതാണ്. നെഗറ്റീവായി ചിന്തിക്കുന്നവർക്ക് ഇത് ലഭിക്കത്തില്ല. കുറേ നാളായി കേൾക്കുന്നു എന്ന് പറയുന്നവർക്ക് ഇതും ഇന്നും കേട്ട് കടന്നു പോകാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ലോങ് ടൈം ഫ്യൂച്ചർ എന്താകുമെന്ന് പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലോങ് ടൈം ഫ്യൂച്ചർ എന്താകും? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 10 ഓഫ് സോഡ് 1+0 സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളും നിങ്ങളെ പിറകിൽ നിന്ന് കുത്തുകയും നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവന്ന സാഹചര്യത്തെ മാറ്റി എഴുതാൻ പോകുന്നു. ഓക്കെ, പിറകിൽ നിന്നും തകർത്ത് നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാത്ത സിറ്റുവേഷൻ വരുത്തി തീർത്ത പല വ്യക്തികളും, നിങ്ങൾ സ്നേഹിച്ചതും വിശ്വസിച്ചതുമായിട്ടുള്ള പല ആൾക്കാർ നിങ്ങളെ തകർത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ധകാരമായി മാറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി സണ്ണ് ഇവിടെ ഉദിക്കുകയാണ്. ഇവിടെ ഒരു യെല്ലോ കളർ കാണുന്നത് സണ്ണിൻ്റെ പ്രകാശമാണ്. ഇവിടെ 1+0 ആണ്, സണ്ണിൻ്റെ പ്രകാശമാണ്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ പോകും. നിങ്ങളുടെ ഭാഗ്യ സമയം തെളിഞ്ഞിരിക്കുന്നു. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പണം ഇങ്ങോട്ട് വരുന്നു, നിങ്ങൾക്ക് റിലേഷൻ ഇങ്ങോട്ട് വരുന്നു, നിങ്ങളുടെ ബിസിനസ് ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി മാറാൻ പോകുകയാണ് ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്രയും പവറോടുകൂടി നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. അത്ഭുതങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരു കാര്യമുണ്ട്, നമ്മൾ സാഹചര്യത്തിലേക്ക് ഒരിക്കലും നോക്കാൻ പാടില്ല. സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയന്നു പോകും. ഒരു പലക ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതിൽ കൂടി കടന്ന് അപ്പുറത്ത് ചെല്ലാം. അത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ കടന്നു പോകും. എന്നാൽ അതൊരു 20 അടി ഉയരത്തിൽ 2 മതിലിനിടയിലാണ് നിങ്ങളത് ആ ഒരു പലക സ്ഥാപിക്കുന്നതെങ്കിൽ അതിൽ കൂടി കടന്നു പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കും. അതിൽ നിന്ന് താറ വീണ് കഴിഞ്ഞാൽ നട്ടലൊടിയും ഇതൊടിയും അയ്യോ എനിക്ക് ഭയം വരുന്നു, അങ്ങനെ വരുന്നു. അപ്പോൾ ഭയത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപയുടെ കടം നിങ്ങൾക്കുണ്ടെങ്കിൽ അയ്യോ അത് ഈ വിശ്വാസം, ഈ ഒരു അഫർമേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഭയത്തെ കൂടി കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന നടക്കാത്തത് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം ഇതാണ്. നിങ്ങൾ ഒരേ സമയം തന്നെ പ്രാർത്ഥനയും അതേസമയം തന്നെ സാഹചര്യത്തിലേക്ക് നോക്കി അറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ അഫർമേഷൻ ചെയ്യുന്ന എന്ത് കാര്യമാണോ ആ കാര്യത്തിലേക്ക് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ ഫോക്കസോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ വിശ്വാസം അതെന്താണോ അത് നടക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര രൂപ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തലച്ചോറിനോട്, നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് കൽപ്പിക്കുക. നിങ്ങൾക്കുള്ള ജോലി, അത് നിങ്ങളുടെ ശരീരം ഉറങ്ങിയാലും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉറങ്ങില്ലേ, അത് യൂണിവേഴ്സിലേക്ക് എനർജി അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് യൂണിവേഴ്സിലേക്ക് എനർജിയെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും. 3 മണിക്ക് എഴുന്നേൽക്കണം എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്ത് കറക്റ്റ് 3 മണിയാകുമ്പോൾ നിങ്ങളെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ഒരു ശക്തിയാണ് ഉപബോധ മനസ്സ്. ഓക്കെ, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ കർമ്മപദത്തിന് പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കാതെ, നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി കർമ്മം ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോഴോ അതിന് പൂർണ്ണമായും നമ്മളെ വഴങ്ങാതെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രാർത്ഥനയ്ക്കും ആ ഒരു കാര്യങ്ങൾക്കും തടസ്സമായിട്ട് നമ്മൾ നെഗറ്റീവ് വാക്കുകൾ പ്രവർത്തിക്കും. അപ്പോൾ അത് കൺഫ്യൂഷനാകും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും. ഉപബോധ മനസ്സിനെ അതിൻ്റെ കർമ്മ ചെയ്യുവാൻ വേണ്ടി വിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇത് നടക്കാൻ പോകുന്നില്ല, വെപ്രാളം,
എന്നൊക്കെ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കാത്തത്. ഓക്കെ, നമുക്ക് തുടർന്ന് കേൾക്കാം. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആവശ്യമില്ലാത്തവർ ക്ഷമിക്കുക. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ ലൈഫിൽ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പേഴ്സണൽ ലൈഫിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ ലൈഫ് പ്ലാനിങ് ആണ് നടക്കുന്നത്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മനക്കരുത്ത് വിട്ടുകളയാതെ നിങ്ങൾ താങ്ങി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണുള്ളത്. ചില വ്യക്തികൾ മക്കൾക്ക് വേണ്ടി വാദിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായി ചില വ്യക്തികളെ കാണുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾ അന്യനാട്ടിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് പ്ലാനുകൾ നോക്കുന്നു. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു മാറ്റം, അത് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെ ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗൾഫിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്കും ഈ ഒരു സമയം അതിനുള്ള പ്ലാനിങ് നടക്കുകയാണ്. ചില വ്യക്തികൾ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പ്ലാനിങ് നടത്തുന്നു. അതിനുവേണ്ടി ചില വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും മറ്റുള്ളവരോട് വെല്ലുവിളിച്ചുമൊക്കെ ജീവിത സാഹചര്യങ്ങളോട് പോരാടി നിൽക്കുന്ന ചില വ്യക്തികളെയും കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള ചുറ്റുപാട് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ചുറ്റുപാട് എന്താ? വെയിറ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ വെയിറ്റിംഗ് മോഡിലാണ് നിൽക്കുന്നത്. സാമ്പത്തികമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങളുടെ ചുറ്റുപാടും എല്ലാവരും നിങ്ങളടുത്ത് സമയം ചോദിക്കുന്നു. ഓക്കെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തരാം, ഇപ്പം തരാം, ഡേറ്റ് പറയുന്നു, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക്, എന്ത് കാര്യം തന്നെയാണെങ്കിലും ഡേറ്റ് പറഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളത്. ഇപ്പം സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. ഓക്കെ, വെയിറ്റ് ചെയ്യിപ്പിച്ച് ഇപ്പം നിങ്ങൾ അതുപോലെ അവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങൾ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. 7 ചക്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ 7 ചക്രയും ആക്റ്റീവ് ആവുമ്പോൾ നിങ്ങളുടെ ഈ സ്റ്റക്ക് സിറ്റുവേഷൻ മാറുന്നതായിരിക്കും. യൂട്യൂബിൽ 7 ചക്ര മെഡിറ്റേഷൻ ഉണ്ട്. ഓക്കെ, 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ സ്റ്റക്നെസ് മാറിക്കിട്ടും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ഭയപ്പെടുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം എന്താണ്? എൻ്റെ വ്യൂവേഴ്സ് ചലഞ്ച് ചെയ്യുന്നതും ഭയപ്പെടുന്നതുമായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കർമ്മ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഭയവും നിങ്ങൾക്കുണ്ട്. അത് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചലഞ്ചിങ്ങും നിങ്ങൾ നേരിടുന്നതായി കാണുന്നു. ജഡ്ജിമെൻറ്റിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഹീലിങ്ങിനായി കാത്തു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വളരെ വലിയ ചില നഷ്ടങ്ങൾ സംഭവിച്ചു. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പം ആ ഒരു ഹീലിംഗ് നിങ്ങളുടെ ഹൃദയത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ചലഞ്ച് അനുഭവപ്പെടുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. എന്തുകൊണ്ടാണ് ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്നത്? ദ എംപ്രസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വസ്നേഹങ്ങളും ബിസിനസ് പരമായിട്ടാണെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞിരുന്ന ചില ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, എന്താണോ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് വളരെ തൃപ്തിയുള്ള കാര്യങ്ങളായിരുന്നു. അതിൽ നിങ്ങൾക്ക് നഷ്ടം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ലൊരു സമയവും നിങ്ങൾ നീക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ വേദനകൾ സമ്മാനിച്ചിരിക്കുന്നു. ഓക്കെ, അത് ഫാമിലി ആകാം, അല്ലെങ്കിൽ സാമ്പത്തികമാകാം, കുട്ടികളുടെ കാര്യമാകാം, എന്ത് തന്നെയാണെങ്കിലും. ഓക്കെ, അപ്പോൾ അതിനൊരു ഹീലിംഗ്, മാനസികമായി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അത് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഇപ്പോൾ
പരിശ്രമവും ഭയവുമായിട്ട് നിൽക്കുന്നത്. ആ കാര്യം എൻ്റെ ജീവിതത്തിൽ ഇനി തിരിച്ചു വരുമോ, ആ സന്തോഷം ഇനി എൻ്റെ ജീവിതത്തിൽ ലഭിക്കുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. റെസനേറ്റ് ആയവർ ദയവായി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഹോളി സ്പിരിറ്റിൻ്റെ മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഹോളി സ്പിരിറ്റിൻ്റെ മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസിങ്ങിൽ വരും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതങ്ങളുടെ എടുത്തുചാട്ടം കാരണമോ അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നോക്കി ചെയ്യാത്തതിൻ്റെ മേലിലോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ സംഭവിച്ചിരിക്കുന്നു. കാരണം ഈ ഒരു വ്യക്തി പക്വതയില്ലാത്ത രീതിയിൽ എടുത്തു ചാടി ചെയ്ത കാര്യങ്ങൾ, ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്ത കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു തീരുമ്പോൾ അത് എന്തിനാണ് ഏതിനാണെന്ന് മനസ്സിലാക്കാതെ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടുകയാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഹൃദയത്തെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ച് ചെയ്യുക. പകുതി ചെയ്തിട്ട് പകുതി അവിടെ വെച്ചിട്ട് പോകുന്ന രീതിയിൽ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പൂർത്തിയായിട്ട് ചെയ്യുക. അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ബാലൻസ് വരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികം നഷ്ടമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴുക്ക് വന്നിരിക്കുന്നു. ഈ കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് നിങ്ങളുടെ പണം ഒഴുകിയെത്തുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതുവരെയും വലിയതായി നിങ്ങൾ തകർത്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ഒഴുകി വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹമാണ് നിങ്ങൾക്ക് കിട്ടാതെ ഇരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിനെ തകർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിന് ഉയർന്നു പറക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചിറകുകൾക്ക് വളരെ ശക്തി യൂണിവേഴ്സ് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മധ്യത്തിൽ കൂടി യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരു ഉദയത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതെങ്ങനെ എന്ന് ഓർത്ത് നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കി ഉള്ളതും കൂടി തട്ടിമറിച്ച് കളയാതെ നിങ്ങൾ ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് ഈ കുഴിയിൽ വീഴണമോ നേരെ പോകണമോ എന്നുള്ള കാര്യം ഇരിക്കുന്നത്. നിങ്ങൾ അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വാസത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കിയാൽ താഴെ വീഴും. ഓക്കെ, ഇതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതിലേക്കൂടെ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ തല കറങ്ങി താഴെ വീഴും. എന്നാൽ ഇത് മൈൻഡ് ചെയ്യാതെ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോകും, എൻ്റെ അഫർമേഷൻ അത് സക്സസ് ആകും എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നമുക്ക് നോക്കാം. 14 വന്നിട്ടുണ്ട്, 5, 20, 2, 7, 3, 10, 1 വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. 12, 3, 14, 8. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശികൾ ഫുള്ള് രാശികളും വന്നിട്ടുണ്ട്. ഓക്കെ, ഏരീസ്, ലിയോ, സാജിറ്റ്, മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ? നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധിക്കുമോ? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പവർഫുൾ എനർജി അയക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ട് എൻ്റെ വ്യൂവേഴ്സ് സെലക്ട് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ചെയ്തല്ലോ അല്ലേ? ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അഫർമേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ മാനസികമായി തകർന്ന അവസ്ഥയിൽ ഒരു വശത്തുകൂടി അഫർമേഷനും മാനിഫെസ്റ്റേഷനും മറ്റൊരു വശത്ത് നിലവിളിയുമായി കഴിഞ്ഞാൽ ജീവിതത്തിൽ സക്സസ് ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെങ്കിൽ നിങ്ങൾ കരയാതെ മുന്നോട്ട് പോകുക. നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിന് ബ്ലോക്കേജ് ഉണ്ടാകും. അത് കാരണം ഈ കരച്ചിൽ നിങ്ങൾ മതിയാക്കുക, വിഷമിക്കുന്നത് മതിയാക്കുക. നിങ്ങളുടെ ഗോളിലേക്ക് മാത്രം നിങ്ങൾ ലക്ഷ്യം വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ സണ്ണിൻ്റെ കാർഡാണ്, ഏസ് ഓഫ് സോഡിൻ്റെ കാർഡ്. ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് സക്സസ് ആയി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ബ്രേക്ക് ത്രൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് പൊട്ടിച്ചെറിയേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരുന്നത്. 2 വള്ളത്തിൽ കാല് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സെയിം ആദ്യത്തെ കാർഡിൻ്റെ അതേ മെസ്സേജ് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ചില നെഗറ്റിവിറ്റീസിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, അവസാനിപ്പിച്ചുകൊണ്ട്, ഡെത്ത് ചെയ്തുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായും നിങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എടുക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അഫർമേഷൻ സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലോസ് എടുക്കുന്നത്. ഓക്കെ, 1999 ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഈ കാണുന്നത് കേൾക്കുന്ന ബാർബർ ഷോപ്പ്, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ബന്ധത്തിലുള്ള വ്യക്തിയായിരിക്കാം. ഫോൺ നമ്പർ ലാസ്റ്റ് 3, ബി എന്ന് പറയുന്ന ലെറ്റർ, 20 പൂരാടം, 1984, 1986, 22, 25, പോലീസ്, നഴ്സ്, ഭരണി നക്ഷത്രം, വൃശ്ചികം, 1970, 1965, അശ്വതി, കെ എന്ന് പറയുന്ന ലെറ്റർ, പൂരം, 10, 6 എന്ന് പറയുന്ന ലെറ്റർ, 16, വിശാഖം. വെയിറ്റിംഗ്, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2735, 1990, 94, ഫോൺ നമ്പർ ലാസ്റ്റ് 1. നഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്. അബുദാബി, സി എന്ന് പറയുന്ന ലെറ്റർ, കാർത്തിക, 3 എന്ന് പറയുന്ന നമ്പർ, POV ലെറ്ററാണ്. പാലും ഉൽപ്പന്നവുമായിട്ട് എന്തെങ്കിലും ജോലിയുള്ള വ്യക്തിയായിരിക്കും. മെഡിക്കൽ ഷോപ്പ്, 1971, 76, 28, 48, P എന്ന് പറയുന്ന ലെറ്റർ, GAB. അഡ്വക്കേറ്റ്, മ്യൂസിക്, ജൂൺ മാസം, 21, 31, 22, ബാർ കുടിവെള്ളം കിട്ടുന്ന സ്ഥലം. ഓക്കെ, പ്രൈവറ്റ് ജോബ്, ഉത്രാടം, തിരുവോണം, ക്ലാസ്മേറ്റ്, ഹോസ്പിറ്റൽ, 1988, നേവി, ബി ഭരണി നമ്പർ 2, എസ് ലവ് ബി, ടി മൂല നക്ഷത്രം 19, എക്സ് അനിഴം 17, യൂട്യൂബ്, മേഡം, പെയിൻറ്റിംഗ്, ഫോൺ നമ്പർ ലാസ്റ്റ് 4, ചിങ്ങം, ഫോൺ നമ്പർ ലാസ്റ്റ് 0. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് 2 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ റീഡിങ് ലഭിക്കുള്ളൂ. പിന്നെ ഓക്കെ, ഞാൻ ഈ എടുത്ത റീഡിങ് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും സാധിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് സക്സസ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.